ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇത് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. 8 ഓഫ് സോർട്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്, ഏഴ്സ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്, ദ എംപറർ എന്ന കാർഡ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം ഒരു ഇച്ഛാശക്തിയോടെയും ഒരു കാര്യത്തെ വളരെയധികം മനസ്സിലാക്കിയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ്. എന്ത് തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ അവസാന വാക്ക് അത് വളരെ വിലപ്പെട്ടതായിരിക്കും. ജീവിതത്തിൽ എന്ത് കാര്യത്തിലും വളരെ നേട്ടങ്ങൾ മാത്രം എടുത്ത് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതായത് നിങ്ങളുടെ ഒരു വാക്ക് അവസാന വാക്കായിരിക്കും. ആ വാക്ക് പിന്നെ മുന്നോട്ടോ പിന്നോട്ടോ എന്നുള്ളൊരു അഭിപ്രായം വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ വളരെയധികം ഒരു ഫാദർ ഫിഗർ എടുക്കുന്ന ഒരാളാണ്. അത് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം എനർജി ഉണ്ട് എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ഒരു ഫാദർ ഫിഗർ എന്ന് പറയുമ്പോൾ ഒരു മുതിർന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പുള്ളി ആയിരിക്കും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാം നന്നായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ എനർജി. അതിനോടൊപ്പം ഒരു അമ്മയാണ് ആ വീട്ടിൽ റോൾ മോഡലായിട്ട് നിൽക്കുന്നതെങ്കിൽ ആ അമ്മയായിരിക്കും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും മക്കളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സൂക്ഷ്മതയോടുകൂടിയും ഒരു തെറ്റ് കൂടാതെ ആ കുടുംബത്തെ നയിക്കുന്ന ഒരു സാരഥി. അഥവാ മക്കളോ മകനോ മകളോ ഒക്കെ ആണെങ്കിലും അവരും ഇതേ അവസ്ഥ. ഇപ്പോൾ ഒരു ഫാമിലിയിൽ ആരാണ് ഒരു ഫാദർ ഫിഗർ എടുക്കുന്നത്, ഒരു ഫാദറിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു റോൾ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന വളരെ സക്സസ് ആയ ഒരു വ്യക്തികളുടെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ചിന്തകളും തീരുമാനങ്ങളും നിങ്ങളുടെ വ്യക്തിത്വം എല്ലാം തന്നെ വളരെ മൂർച്ചയേറിയതാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് അതിൻ്റെതായ രീതിയിൽ ഉറച്ച ഒരു രീതിയായിരിക്കും. ചുമ്മാ ആവശ്യമില്ലാത്ത വാക്കുകളോ ആവശ്യമില്ലാത്ത പൊട്ടത്തരങ്ങളോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. നിങ്ങൾ ഒരു കാര്യത്തെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും എന്ത് ചെറു തൊട്ട് വലിയ എന്തൊരു കാര്യങ്ങൾ ഏറ്റെടുക്കുന്നില്ല അത് വളരെ വ്യക്തതയോടെ അതിനെ മനസ്സിലാക്കി സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൻ്റെ എല്ലാ തലങ്ങളും മനസ്സിലാക്കി നിങ്ങളൊരു തീരുമാനം എടുക്കത്തുള്ളൂ. ചുമ്മാ നിങ്ങൾ വായിട്ടലച്ച് ചുമ്മാ പൊട്ടത്തരമൊന്നും കാണിക്കത്തില്ല. അതിൻ്റെ ഉദാഹരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാ രീതിയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരിതെന്ന് പറയുന്നത് ഒരു തെറ്റും നമ്മളിലൂടെ ആർക്കും സംഭവിക്കരുത്, നമ്മളിലൂടെ ആരും വിഷമം അനുഭവിക്കരുത്, നമ്മളുടെ ഒരു തീരുമാനത്തിലോ നമ്മുടെ ഒരു പ്രവൃത്തിയിലോ മറ്റുള്ളവർക്കൊരു ദോഷം ഉണ്ടാവരുത്, ഞാൻ എന്ന വ്യക്തി എപ്പോഴും സ്ട്രെയിറ്റായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു മനസ്സിനെയും ശരീരത്തിനെയും എല്ലാം ഭയപ്പെടുത്തി എന്തൊക്കെയോ ഒരു കാര്യങ്ങളിൽ ഭയമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് ആ ഒരു ഭയം ഇങ്ങനെ ഉള്ളിൽ കിടന്ന് നിങ്ങളെ അങ്ങ് വല്ലാതെ അലട്ടുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങളെ അങ്ങ് വല്ലാതെ വളർത്തിക്കൊണ്ടിരിക്കും. നിങ്ങളിലുള്ള ഈ കഴിവുകളെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പോലും നിങ്ങളെന്ന വ്യക്തിനെ നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭയന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ. അത് ഏത് കാര്യത്തിലാണെങ്കിലും എന്ത് വിഷയം നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ നമ്മൾ പേടിക്കുന്ന നമുക്ക് എന്തോ ഒരു കാര്യത്തിലുള്ള ഒരു പ്രശ്നം എന്താണ് അതിനെ നിങ്ങൾ കണ്ടമാനം അങ്ങ് ഭയന്ന് നിങ്ങൾ ആ മനസ്സിനെ ശരീരത്തെ അങ്ങ് തളർത്തുന്നത്. നിങ്ങളിലുള്ള ഈ നല്ല ഇച്ഛാശക്തിയും കഴിവുകളെയും അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഈ പ്രവർത്തന ഗുണങ്ങളും നിങ്ങളുടെ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പോസിറ്റീവ് കാര്യങ്ങളും ഒന്നും നിങ്ങൾ മനസ്സിലോട്ട് എടുക്കുന്നില്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുക്കുന്നില്ല. മറ്റുള്ളവർക്ക് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയമാണ്, പക്ഷേ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ വളരെ സ്ലോ ആകുന്നു, നിങ്ങൾ ഭയക്കുന്നു, ആ വിഷയത്തെ നിങ്ങൾ ഭയക്കുന്നു, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തളർത്തുന്നു. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരധികം ഒരു കെണിയിൽ അകപ്പെട്ട പോലൊരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നിങ്ങൾ അങ്ങനെ നിർത്തുന്നു എന്നാണ് കാണിക്കുന്നത്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾ അവത്തിൽ നിന്ന് മാറണം. ആ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നിങ്ങൾ മാറ്റണം. കാരണം നിങ്ങളിലുള്ള ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത് നിങ്ങളിൽ തന്നെ ഉള്ളതാണ്. നിങ്ങളിലുള്ള ആ ക്യാരക്ടറെ വിട്ട് കളഞ്ഞ് നിങ്ങൾ വേറൊരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി ഒരു ഭയത്തിലും വേറൊരു അവസ്ഥ അലസതയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമില്ല. നിങ്ങളൊരു രീതിയിൽ നിങ്ങളുടെ ആ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളതില്ല, നിങ്ങളാൽ മറ്റുള്ളവർ രക്ഷപ്പെടും. നിങ്ങൾ വഴി എല്ലാവർക്കും നിങ്ങളെ കണ്ടുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യുന്നതെന്ന് തന്നെ പറയാം. അപ്പം നിങ്ങളിങ്ങനെ ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ പ്രശ്നങ്ങളെയും ടെൻഷനുകളെയും ഒക്കെ നിങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ ഭയപ്പെടുത്തി ഇങ്ങനെ കെണിയിൽ പെട്ടുത്ത രീതി വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. നിങ്ങൾ മുന്നോട്ട് പോകണം.
നിങ്ങൾക്കുള്ള നന്മകൾ ദൈവം കൊണ്ട് തരും എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോഴുള്ള അവസരം നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളിൽ ഉള്ളത്, എന്തവസ്ഥയുടെ പേരിലാണ് നിങ്ങൾ പുറത്താണ് നിങ്ങളിപ്പോൾ പെട്ട് നിൽക്കുന്നത്. അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, വേറെ എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്ത് പ്രശ്നത്തിലാണ് നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്നത്, ആ അവസ്ഥയിൽ നിങ്ങൾ പുറത്തോട്ട് വരണം. ആ അവസ്ഥയിൽ നിന്ന് വന്ന് നിങ്ങളുടെ പഴയ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറാണ്, അല്ല നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെ നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. നിങ്ങളിലുള്ള ആ വ്യക്തിത്വം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വേറൊരാളായിട്ട് മാറരുത്. ആ വ്യക്തിത്വം തന്നെ നിങ്ങളെ എല്ലാ കാര്യത്തിലും രക്ഷിക്കും എന്നാണ്. ആ ഒരു വ്യക്തിത്വമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളിലിപ്പോൾ ഭയപ്പെടുന്ന എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് വെളിയിൽ വരണം. വെളിയിൽ വന്ന് നിങ്ങളുടേതായ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്നും നിങ്ങളുടെ ഡിവൈൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിലുള്ള ആ നന്മകൾക്ക് അനുസരിച്ചുള്ള ലൈഫ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം എന്തിൻ്റെ പേരിലാണ് നിങ്ങളൊരു അവസ്ഥയിൽ പെട്ട് കിടക്കുന്നത്, ആ അവസ്ഥയിൽ നിങ്ങൾ ഇറങ്ങി വരണം. ആ അവസ്ഥയെ നിങ്ങൾ തരണം ചെയ്യണം. നിങ്ങളുടെ മനസ്സിലുള്ള ആ ചിന്തകളെയും നിങ്ങളുടെ മനസ്സിലുള്ള ഭയത്തെയും നിങ്ങളുടെ ശരീരത്തെ തളർത്തുന്ന മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിങ്ങളുടെ ആ ഒരു സ്വഭാവമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവണം. എവിടെയും നിങ്ങൾ സ്റ്റക്ക് ആവരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി കയറി നമ്മളെ തന്നെ സ്പോയിലാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കഴിവും ഗുണമുള്ള ഒരാളായിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു വിഷയത്തിൽ പെട്ട് നമ്മൾ വിഷമിച്ച് സങ്കടപ്പെട്ട് നമ്മളിരിക്കുന്നത്? നമ്മളെ തന്നെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മാറ്റം ഉണ്ടാകത്തുള്ളൂ. അതിനുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹങ്ങളുമായിട്ട് യൂണിവേഴ്സും നിങ്ങളുടെ ഡിവൈനും എല്ലാം നിങ്ങൾക്ക് തരും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രം ക്ലെയിം ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. മനസ്സിലാക്കിയ കാര്യങ്ങളിലെ പോസിറ്റീവ് എനർജി എടുക്കുക. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. കമൻറ്റിൽ നമ്മളുടെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വിശദമായിട്ടുള്ള പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ റീഡിംഗ് എന്ന മെസ്സേജ് ഇട്ടാൽ വിശദമായ പേഴ്സണൽ റീഡിംഗ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ മാറ്റുക, നിങ്ങൾ മാറ്റത്തിനും തയ്യാറാവുക. നിങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. ആരുടെയും ഒരു ഇതിൽ നിങ്ങൾ പെട്ട് കിടക്കരുത്. നിങ്ങൾ അതിനുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ വ്യക്തിത്വത്തിനെ പണയപ്പെടുത്തി ആരുടെയും മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങളിലൊക്കെ തന്നെ അനുഗ്രഹമായിട്ട് വരും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക.